ചൂടേറിയ ചർച്ചാ വിഷയം കള്ളവോട്ടാണ്. വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടിംഗ് മെഷീൻ, ഇതിൽ രണ്ടിലും ബി ജെ പി കുഴപ്പം കാണിച്ചാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. തൃശ്ശൂരെ എം പി സുരേഷ് ഗോപി കള്ളവോട്ടിലൂടെയാണ് അധികാരത്തിൽ വന്നത്. രാജിവെക്കണം. അക്രമാസക്തമായ സമരമാണ് തൃശ്ശൂരിൽ നടന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇതുപോലെ ഒരു ആരോപണം ഇടതുപക്ഷമോ പ്രതിപക്ഷമോ ഉയർത്തിയതായി കണ്ടില്ല. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പരാതി പോയതായും കണ്ടില്ല. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം? ഇവിടുത്തെ മാധ്യമങ്ങളും ബി ജെ പി വിരുദ്ധ ശക്തികളും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു വലിയ നാടകമായ ഇതിനെ കാണാൻ പറ്റും. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്ന് പറയുമെങ്കിലും ഉപജാപത്തിൻ്റെ ഉസ്താദുമാരാണവർ. കാണേണ്ടത് കാണുകയില്ല, വേണ്ടാത്തത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. അതും ബിസിനസ് ഹൗസുകളാണല്ലോ നടത്തുന്നത്. ഇതെല്ലാം 2-3 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർപ്പടി വരെ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ബി ജെ പി വിരുദ്ധമാണ്. പ്രമുഖ സമുദായങ്ങളും ബി ജെ പി വിരുദ്ധരാണ്. ഹിന്ദുത്വ അജണ്ടയുമായി മുന്നേറുന്ന ബി ജെ പി എങ്ങനെയാണ് വിരുദ്ധ സമുദായങ്ങളിൽ കടന്നു കയറുന്നത്? ഇതവരെ വിരളി പിടിപ്പിക്കാൻ തക്ക വിധത്തിൽ വളർന്നു കഴിഞ്ഞു. ഇത് അവസാനിപ്പിക്കണം. നിഷ്പക്ഷമതികളിൽ സന്ദേഹമുണ്ടാക്കാൻ പറ്റുന്ന വിഷയമാണ് ചൂടുപിടിപ്പിക്കുന്നത്. ഇവിടെ ജനാധിപത്യം പുലരണമെന്നും നിയമവാഴ്ച വേണമെന്നും രാജ്യം വളർന്ന് വികസിക്കണമെന്നും ആഗ്രഹിക്കുന്നവരിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെൻറ് പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. അത് തകർക്കാൻ അത്യാവശ്യം പറ്റിയ സാധനമാണ് വോട്ടിംഗ് മെഷീനും കള്ളവോട്ടും. ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നവർ വളരെ മോശമായ തരത്തിൽ കള്ളവോട്ട് ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. വർക്കലയിൽ അടൂർ പ്രകാശ് അത് തെളിയിച്ചതുമാണ്. തീർച്ചയായും ബി ജെ പി ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് കണ്ടെത്തേണ്ടതും അവരെ തിരുത്തേണ്ടതുമാണ്. അത് നിയമപരം.